ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്ന വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അടിപൊളി എന്നൊന്നും പറയാനൊന്നുമില്ല. നിങ്ങൾക്കറിയാലോ, ഇക്കുമോന് കുറച്ച് ദിവസങ്ങളായിട്ട് പനി മാറുമ്പോൾ വൊമിറ്റിംഗ്, വൊമിറ്റിംഗ് മാറുമ്പോൾ ലൂസ് മോഷൻ, ഇങ്ങനെയായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ നമുക്കൊരു ചുറ്റൽ വരിക എന്ന് പറയില്ലേ, ഇടയ്ക്ക് തലയ്ക്ക് നമുക്ക് അങ്ങനെ വരില്ലേ, നന്നായിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസുഖം വന്ന് നേരെ നമ്മൾ താഴത്തേക്ക് വീഴും. അതേപോലത്തെ അവസ്ഥയാണ് കേട്ടോ. അപ്പൊ അവനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അതിന്റെ എക്സ്ട്രീം പോയിട്ടേ പിന്നെ അതൊന്ന് ശാന്തമാകുള്ളൂ. അതേപോലെ തന്നെയാണ് ഇത്തവണയും. വർഷത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ നല്ല അടിച്ചു പൊളിച്ച ഒരു അസുഖം വരും കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല പണിയൊക്കെ തന്നിട്ട് അങ്ങ് പോവും. പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ ഈ വർഷത്തെ വന്നില്ലല്ലോ എന്നുള്ള വിഷമം അങ്ങ് മാറി കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയിൽ മേലെയായി അവൻ ഇങ്ങനെ ഒരു എന്താ പറയാ, സുഖമില്ലാത്ത അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു കേട്ടോ. നമ്മളും ഇങ്ങനെ തുടക്കമൊന്നും നമുക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ല. പിന്നെ പിന്നെ പോകെ പോകെ അവനിങ്ങനെ ക്ഷീണമൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഞാനെന്നല്ല ആർക്കാണെങ്കിലും എല്ലാ അമ്മമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. മക്കൾക്ക് വയ്യാണ്ടാവുമ്പോൾ നമുക്ക് ഇങ്ങനെ ഭയങ്കര ടെൻഷനായി മാറും അല്ലേ. ഞാൻ ഒരുവിധമൊക്കെ പിടിച്ചു നിൽക്കും, പക്ഷെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി പോകുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ അങ്ങനെ വലിയ ധൈര്യവും വലിയ ഇതൊക്കെ കാണിച്ചാലും കൂടി എന്താ പറയാ, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്ഫോടനം നടക്കുന്നുണ്ടായിരിക്കും. ഞാൻ പുറത്തേക്ക് അധികം ഒന്നും അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അധികം ആരുമായിട്ടും കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും വെക്കില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ആരുമായിട്ടും സംസാരിക്കാനോ ഇങ്ങനത്തെ മാനസികാവസ്ഥയൊന്നും എനിക്ക് ഉണ്ടായിരിക്കില്ല കേട്ടോ. ഞാൻ ശരത്തേട്ടനോട് തന്നെ സംസാരിക്കുന്നത് വളരെ കുറവായിരിക്കും ഈ ഇങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളിൽ. ബിക്കോസ് ഞാനിങ്ങനെ വേറൊരു ലോകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കും. പക്ഷെ എന്നെ അതിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും നല്ല മാർഗം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്ന പോലില്ലായിരുന്നു. ഓണം വരികയാണ്, ഓണത്തിന്റെ ഒരു സമയമാണ് എന്നൊന്നും എനിക്ക് അങ്ങനെ ഒരു വിചാരമേ ഇല്ല കേട്ടോ ഇത്തവണ. ഓണമാണ് നമുക്ക് ആ ഒരു വൈബ് ഉണ്ടാവില്ലേ, നമുക്ക് ഓണത്തിന്റെ സന്തോഷം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. എനിക്ക് അങ്ങനെ ഒരു മൂഡിലേ അല്ല കേട്ടോ ഞാൻ. ഇപ്പോൾ നാളെ അങ്ങ് അത്തം വരികയാണ്. അപ്പൊ അത്തത്തിന് പൂക്കളാണ്, നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, പൂക്കളൊക്കെ ഇടാൻ പറ്റുന്ന സാഹചര്യമൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ഞാൻ ഈ വീടിന് അതിന് വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യിക്കുക ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഇത്തവണ. അപ്പം ഞാനിങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് വീടിന് ഒരു ഐശ്വര്യക്കേട് തന്നെയാണല്ലേ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമ്മളുടെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അനുഷ്ഠിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, അത്തമാണ്, അത്തം വരയ്ക്കും ഒന്നും ചെയ്യാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പോലും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് പുറം ഭാഗമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വെച്ചാലല്ലേ നമുക്ക് പൂക്കളൊക്കെ ഇടുമ്പോൾ ഒരു ഐശ്വര്യം ഉണ്ടാവുള്ളൂ. പൂക്കളം ഇടൂ, എത്ര ദിവസം ഇടൂ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എങ്ങനെയാ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇന്നിപ്പോൾ എന്താണെങ്കിലും ഞാൻ പുറം ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് നീറ്റ് ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ കയ്യിലുള്ള മാറാലച്ചൂല്ലേ, അതൊടിഞ്ഞു, 100 പ്രശ്നങ്ങളാണ്. ചെയ്യാണ്ടിരിക്കാൻ ഓരോ കാരണങ്ങൾ വരിക എന്ന് പറയില്ല, നമുക്കോ മടി, അതിൻ്റെ കൂടെ ചെയ്യാണ്ടിരിക്കാൻ ഓരോ കാരണങ്ങളും കൂടി വന്നാൽ പൂർത്തിയായില്ലേ. അപ്പോൾ ഒടിഞ്ഞാലും അത് വെച്ചിട്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. പഠിച്ചു കഴുകൽ നമ്മൾ എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ ചെയ്യുന്നതാണ്. ഒന്നരാടം നമ്മളിവിടെ അങ്ങനെ കാർ ഷെഡൊക്കെ വാഷ് ചെയ്യുന്ന കാരണം കൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഡസ്റ്റിങ്ങും പൊടിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു കേട്ടോ. അപ്പം ആദ്യം അത് ചെയ്യാം. പിക്കുവോ അപ്പോഴത്തേക്കും ഉറങ്ങി എണീക്കും. അപ്പം അതിന് മുന്നേ ഇതൊന്ന് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ ഓണപ്പണികളൊക്കെ തുടങ്ങിയോ, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ എന്നൊക്കെയുള്ളതൊന്ന് കമൻറ്റ് ചെയ്തോളാം. അതോ എന്നെ പോലെ ഇതുപോലെ മടി പിടിച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ, ഇത്തവണ ഒരു മൂഡില്ലാത്ത പോലെയാണ് അല്ലേ, അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്നുള്ളതൊന്ന് പറഞ്ഞോളൂ കേട്ടോ. എനിക്ക് ഇപ്രാവശ്യം അങ്ങനെ ഓണം എന്നുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. നമ്മൾ ഓണക്കോടി എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഓണക്കോടി എടുക്കേ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേ, ഓണമായിട്ട് നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, ഇതൊന്നും ഞാൻ ഇത്തവണ ചെയ്തിട്ടില്ല. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ ഒരു മറുപടി ഇല്ല. ഓണം ഒരു എന്താ പറയുക, സന്തോഷം ഉള്ള ഒരു കുറച്ച് എന്താ പറയുക, എനിക്ക് അറിഞ്ഞൂടെ പറഞ്ഞു തരാനായിട്ട്. അങ്ങനത്തെ ഒരു മൂഡില്ല ഇത്തവണ ഓണത്തിന് കേട്ടോ. കുട്ടികൾക്ക് എന്തെങ്കിലും ഉടുപ്പൊക്കെ എടുത്തു കൊടുക്കണമെന്ന് മനസ്സിലുണ്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ശരത്തേട്ടനോട് ഇട്ട് പറഞ്ഞിട്ടുമില്ല. ചെയ്യുമെന്ന് അറിഞ്ഞൂടാ കേട്ടോ. ഇപ്പം എന്താണെങ്കിലും അത്തമല്ലേ, ഒന്ന് ക്ലീനിങ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ട് എടുക്കാം എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പം നമുക്ക് വേഗം പണികളിലേക്ക് കിടക്കാം. ഇത് ഇങ്ങനത്തെ മാറാലച്ചൂലാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് എത്രാമത്തെ തവണ ഞാൻ വാങ്ങിക്കണമെന്ന് എനിക്ക് തന്നെ ഒരു നിശ്ചയമില്ല കേട്ടോ. കുറേ തവണ വാങ്ങിച്ചു, പല തവണയായിട്ട് ഇതിങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞു പോവാ. ഇതിന് വേറെ ഞാൻ തപ്പിയിട്ട് എനിക്ക് കിട്ടിയിട്ടുമില്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ മുളയുടെ തണ്ടുമ്മ വരില്ലേ,
പഴയ കാലത്തൊക്കെ മുളയുടെ തണ്ടിൽ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടില്ല. അത് ഞാനിവിടെ കുറേ ആയി കടകളിൽ തപ്പുന്നു. എന്നാലും ഒരു ദിവസം ഞാൻ കാറിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ കണ്ടു. പക്ഷെ കാറ് നിർത്തി വാങ്ങിക്കാനുള്ള സാഹചര്യം ആയിരുന്നില്ല. അതുകൊണ്ട് വിട്ട് കളയേണ്ടതായിട്ട് വന്നു. അങ്ങനത്തെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇനി തപ്പി നോക്കണം. ഇത് വാങ്ങിച്ച് ഞാൻ മടുത്തു ഇങ്ങനത്തെ ടൈപ്പ് കേട്ടോ. ഇത് കണ്ടോ ഇപ്പോഴും പൊട്ടിയിട്ടാണ് ഇരിക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്ത് വേണം മാറാല അടിക്കാനായിട്ട്. ഇവിടെയാണെങ്കിൽ നിറയെ മാറാല വന്നു. ഇത് അടിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ഉള്ളിലേക്ക് വീഴും. ഇതാണ് ഇതിന്റെ പ്രശ്നം. അപ്പോൾ ഞാൻ മാറാല അടിച്ചു തുടങ്ങട്ടെ. എന്താണെങ്കിലും ദൈവമേ ഇന്നെങ്കിലും ഇത് കറക്റ്റായിട്ട് നിന്നാ മതിയായിരുന്നു. നിറയെ മാറാല വന്നിട്ടുണ്ട്. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ. നമ്മുടെ വീട്ടിലെ അകത്തൊന്നും എനിക്കിതുപോലെ ഒരുപാട് മാറാല അടിക്കുക, പല്ലി, പാറ്റ ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഉപദ്രവമൊന്നും ഇല്ല കേട്ടോ. കാരണം എല്ലാ ജനാലയിലും നമ്മളിങ്ങനെ നെറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അതുള്ള കാരണം കൊണ്ട് ഇവറ്റങ്ങൾക്കൊന്നും അകത്തേക്ക് കയറാനായിട്ട് പറ്റില്ല. എൻ്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവറ്റങ്ങൾ അവറ്റങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇത് അത് എന്നൊക്കെ പറയില്ല. അതിനൊക്കെയാണ് കേട്ടോ ഇവർ അവർ എന്നൊക്കെ പറയില്ലേ, അതിനൊക്കെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അകത്ത് എനിക്ക് ഈ മാറാലയുടെ ശല്യമില്ല. പക്ഷേ അതിനും ഭേദം പുറത്ത് ഈ ചെലന്തികൾക്ക് എന്നോട് എന്തോ മുൻവൈരാഗ്യമുള്ള പോലെയാണ് കേട്ടോ ഇവിടെ ചെലന്തി വല കെട്ടുന്നത്. ആഴ്ചയിൽ ഞാനിതിങ്ങനെ തൂത്തും തുടച്ചും വെച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഈ വീടിങ്ങനെ ഈ ആൾക്കാരൊക്കെ താമസിക്കാത്ത വീട്ടിൽ മാറാല കെട്ടില്ലേ അതുപോലെ ആവും കേട്ടോ. അപ്പോൾ അത്രയും മാറാലയുടെ അതായത് ചിലന്തിയുടെ ശല്യം നമുക്കുണ്ട്. അകത്തേക്കില്ല, പക്ഷെ പുറത്തേക്ക് എന്നോട് വൈരാഗ്യത്തോടെ അത് ചെയ്ത് തീർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വീക്കിലും ഞാനിങ്ങനെ മാറാല അടിക്കും. പിന്നെ ഈ ഇത് ഒടിഞ്ഞതിൻ്റെ മെയിൻ കാരണം അത് തന്നെയാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഇത് ഒടിഞ്ഞു പോകുന്നത് കേട്ടോ. പിന്നെ ഇതിനത്ര ബലമൊന്നും ഇല്ല. എപ്പോൾ വാങ്ങിച്ചാലും ഇതങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ മാറാലടിക്കൽ ഒരുവിധമൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി പുതിയ മാറാലച്ചൂല് വാങ്ങിക്കണം. നിങ്ങളുടെ അവിടെ ഈ മാറാലച്ചൂലിന് വേറെ എന്താ പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ ചുക്കിലി അടിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് കോട്ടയത്തൊക്കെ. നമ്മുടെ അവിടെ മാറാല എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ വർത്തനം പറഞ്ഞ് നമ്മളിവിടുത്തെ മാറാല മുഴുവൻ അടിച്ചെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇവിടെ അങ്ങനെ നിറച്ച് കുപ്പികളിൽ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. നിറച്ച് പൊടിയാണ് കേട്ടോ. അപ്പം അതും കൂടി ഞാൻ ഈ കണ്ടോ ഇതുപോലത്തെ പെയിന്റ് ബ്രഷ് വെച്ചിട്ടാണ് ഡസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും മടി ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ മടി എന്നുള്ള സംഭവം എന്തുകൊണ്ട് വരുന്നതെന്നറിയോ? നമുക്ക് ചെയ്യാൻ താല്പര്യമില്ലായ്മ കൊണ്ടും നമുക്ക് ചെയ്യാൻ ഒന്നുമില്ല എന്നുള്ള തോന്നൽ കൊണ്ടുമാണ് കേട്ടോ. പക്ഷെ നിങ്ങളുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും കേട്ടോ. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ടായിരിക്കും, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെങ്കിലും നമ്മളൊരു ഇഷ്ടം അതിനോട് കാണിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു ഭാരമായിട്ടൊന്നും നമുക്കൊന്നും ചെയ്യില്ല. നമ്മൾ കൂടുതൽ എനർജറ്റിക് ആവേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ജോലികൾ ചെയ്യുന്നവരാണ് ഏറ്റവും എനർജി ലെവലുള്ള ആൾക്കാർ. അത് കാരണം കൊണ്ട് മടിയൊക്കെ അങ്ങ് മാറ്റി വെച്ച് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സന്തോഷത്തോടെ ചെയ്യാം. നമുക്ക് വേണ്ടിയിട്ടുള്ള എന്നുള്ള തോന്നൽ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും ചെയ്യാനായിട്ട് മടി കാണില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. പണ്ടുണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നിറയെ ചെടികളായിരുന്നു കേട്ടോ. പിന്നെ ആ സമ്മർ വന്നപ്പോൾ ഞാനിവിടെ ഇല്ലാണ്ടിരുന്ന സമയത്ത് കുറേ ചെടികൾ കേട് വന്നു പോയി. രണ്ടാമത് നമ്മൾ ചെടികളൊക്കെ വാങ്ങിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ ബേർഡ് നെസ്റ്റ് അടിപൊളി ചെടിയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇതിലെന്തോ ഒരു പുഴു ഞാൻ വാങ്ങുമ്പോഴേ ഉണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിക്കാണ്ട് പോയതാണ്. എൻ്റെ ഭാഗത്ത് തെറ്റാണ്. ഒരു പുഴു ഇതിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോഴും ഉണ്ടോ എന്തോ. ഇതിലൊക്കെ വെള്ളം ഒഴിക്കാറായി, ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഏത് ചെടിക്കാണെങ്കിലും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എക്സസ് ആയിട്ടുള്ള വെള്ളം പുറത്തേക്ക് പോകാനുള്ള വഴിയുണ്ടോ എന്നുള്ളത് നോക്കണം. ചെടിച്ചട്ടിക്ക് ഹോൾ ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. അതിപ്പോൾ ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ഒരുപോലെയാണ്. അവർക്ക് എക്സ്ട്രാ വെള്ളം ആ ചെടിച്ചട്ടിൽ തങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ ആ ചെടി കേടായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കാരണം കൊണ്ട് ചെടിച്ചട്ടിയിൽ എപ്പോഴും ഒരു ഹോൾ വയ്ക്കുക. ആ ഹോൾ അടഞ്ഞു പോകാതിരിക്കാൻ ഒരു കല്ല് അതിൻ്റെ സൈഡിൽ വെച്ചതിന് ശേഷം ബാക്കി മണ്ണിട്ട് കൊടുക്കുക. അപ്പോൾ ആ ഹോൾ അടഞ്ഞു പോവില്ല കേട്ടോ. അപ്പോൾ ഡസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെടികൾക്ക് വളം ഇടാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ മാസങ്ങളായിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ ഇട്ടതാണ് വളം. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ഏതോ ഒരു കടയിൽ എപ്പോഴാണ് വാങ്ങിച്ചതെന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു NPK. സാധാരണ ഞാൻ വാങ്ങിക്കുന്ന കടകളിൽ ഈ സാധനം കിട്ടാനായിട്ടില്ലായിരുന്നു. ഞാൻ 1-2 പ്രാവശ്യം പോയപ്പോഴും ഇല്ല എന്ന് പറഞ്ഞ് മടങ്ങി പോരേണ്ടതായിട്ട് വന്നു. അങ്ങനെ അവസാനം എവിടെയോ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഇത് ഈ ഒരു പാക്കറ്റ് ആയിട്ട് കേട്ടോ. ആക്ച്വലി ഇത് വൻ നഷ്ടമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോന് 80 രൂപയൊക്കെയാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. ഞാനിത് 1 കിലോ വാങ്ങിച്ചത് 205 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ അത് വൻ നഷ്ടമാണ്. നമുക്ക് 2 കിലോ വാങ്ങണതിൻ്റെ സ്ഥാനത്ത് 1 കിലോനാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ സാധാരണ ഇങ്ങനെ ലൂസായിട്ട്
ഈ വളവും ഇതൊക്കെ വിൽക്കുന്ന കട ഉണ്ടാവില്ലേ, അവിടെ പോയിട്ടാണ് വാങ്ങിക്കാറുള്ളത്. ബാംഗ്ലൂർ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേക്കും അവിടുത്തെ സംഭവം തീർന്നു. ഇനി എപ്പോഴാണ് സ്റ്റോക്ക് വരാമെന്ന് അറിയില്ല, വിളിച്ചു ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. പിന്നെ നമ്മൾ നാട്ടിൽ പോയി തിരിച്ചു വന്നു. പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ മഴയായി. മഴ സമയത്തൊന്നും ഞാൻ അങ്ങനെ വളമിട്ട് കൊടുക്കാറില്ല കേട്ടോ. അങ്ങനെ അത് നിന്ന് പോയതാണ്. ഇപ്പോൾ കുറേ നാളുകളായി, എത്രയോ നാളായി ഇട്ട് കൊടുത്തിട്ട്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നമുക്കൊരു സ്റ്റോർ റൂം ഉണ്ട് മേലെ ഭാഗത്ത്. അപ്പോൾ ആ സ്റ്റോർ റൂം ക്ലീൻ ചെയ്യണ സമയത്താണ് ഈ പാക്കറ്റ് കണ്ടത്. ഇത് എപ്പോൾ വാങ്ങിച്ചു, എവിടെ നിന്ന് വാങ്ങിച്ചു, ഏതോ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് മാത്രം എൻ്റെ മെമ്മറിയിലുണ്ട്. ഏത് കടയാണെന്നൊന്നും ഓർമ്മയില്ല കേട്ടോ. എന്താണെങ്കിലും ഇപ്പം ഞാനിത് ഇട്ട് കൊടുക്കാൻ പോവാം. ഇപ്പോൾ കുറച്ച് ദിവസം മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം ഇച്ചിരി വെയിലുള്ള സമയമാണ്. അപ്പം അത് കാരണം കൊണ്ട് ഇട്ട് കൊടുത്താൽ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കണം. പിന്നെ ഇത് ഈവനിങ് സമയമാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞാൽ നനച്ചുകൂണിയും കൊടുത്താൽ മതി. ഇത് വാട്ടർ സോള്യൂബിൾ ആണ്. കാരണം എന്താ വെച്ചാൽ അതല്ലാത്തതും കിട്ടും, വാട്ടറിൽ പെട്ടെന്ന് അലിഞ്ഞു പോകുന്നതും കിട്ടും കേട്ടോ. ചിലത് നമ്മൾ കുറേ നേരം ഇട്ട് വെച്ചാലാണ് അലിയത്തുള്ളൂ, ചിലത് പെട്ടെന്ന് അലിഞ്ഞു പോകും. അപ്പോൾ ഇത് ഡയറക്റ്റ് ഇടാൻ പറ്റും, വെള്ളത്തിലും ഇടാൻ പറ്റും, രണ്ട് രീതിയിലും ചെയ്യാം. അപ്പം ഞാൻ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക. ഇപ്പം എനിക്ക് വെള്ളത്തിൽ അലിയിച്ച് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് വെള്ളം ഒഴിക്കാനാണ് ഞാൻ പോകുന്നത്. എന്തായാലും ചെടി നനയ്ക്കണം കേട്ടോ. അപ്പം അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് NPK 19-19-19 ആണ് കേട്ടോ. ഇതാണ് ഞാൻ യൂഷ്വലി എപ്പോഴും യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ DAP യൂസ് ചെയ്യും. കൂടുതൽ ഫ്ലവറിങ് വേണമെന്നുണ്ടെങ്കിൽ DAP യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് പച്ചപ്പും ഹരിതാപിയൊക്കെ കുറഞ്ഞ് നിറഞ്ഞ് നിൽക്കണമെങ്കിലൊക്കെ NPK. ഇതും ഫ്ലവറിനും നല്ലതാണ്, ഫ്ലവറിങ്ങിനും നല്ലതാണ്, നല്ല പച്ചച്ച് നിൽക്കുന്നതിന് ചെടിക്ക് മൊത്തത്തിൽ നല്ലതാണ് കേട്ടോ NPK. അപ്പോൾ ഇതാണ് ഇത്തവണ ഞാൻ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് കാണിച്ചതാണ്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന വളം NPK കേട്ടോ. ലൂസായിട്ട് സാധാരണ കടകളിൽ പോയാൽ 80 രൂപയൊക്കെയാണ് ഇതിന് 1 കിലോന് വരുള്ളൂ. ഒരുപാട് പൈസ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുള്ളൂ കേട്ടോ. നമുക്ക് തൃശ്ശൂർ മണ്ണുത്തി ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ട്, അവിടെ പോയാൽ കിട്ടുമായിരിക്കും. ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കാറില്ല, ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് വാങ്ങിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇനിയും വളം ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ വാങ്ങിച്ച പാക്കറ്റിലുണ്ടല്ലോ ഇതുപോലെ ബ്ലൂ കളറിലാണ് പൊടിയുപ്പ് പോലെ ഇരിക്കുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ പൊടിഞ്ഞത് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ എപ്പോഴും ഇങ്ങനെ ചെറിയ ബോൾസ് പോലെയുള്ളതാണ് കിട്ടാറ് കേട്ടോ. ഇത് അവർ പറയുന്നത് ശരിയാണ്, ഡയറക്റ്റ് വെള്ളത്തിലിട്ട് അപ്പം തന്നെ അലിഞ്ഞു പോകുന്ന സാധനമാണ് കേട്ടോ. ഇത് ബ്ലൂ കളറാണ്, പല തരത്തിലെ കളേഴ്സിൽ ലഭിക്കും. പിങ്ക് ലഭിക്കും, സാധാരണ വൈറ്റ് കളർ കിട്ടും, ഇതുപോലെ ബ്ലൂ കളർ കിട്ടും. അതുകൊണ്ട് കളറൊന്നും കണ്ടിട്ട് ആരും പേടിക്കേണ്ട. സംഭവം NPK ആണോ എന്നുള്ളത് മാത്രം ചോദിച്ച് വാങ്ങിച്ചാൽ മതി കേട്ടോ. നമുക്കിത് ഇട്ട് കൊടുക്കാം. ചെടിയുടെ വലിപ്പത്തിനനുസരിച്ചാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഇതിന് ഞാൻ ഇതാണ്ടോ ഇത്രയാണ് ഞാൻ ഓരോ ചെടിക്കും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വേരിനോട് അടുപ്പിച്ച് ഇട്ട് കൊടുക്കാനും പാടില്ല കേട്ടോ. കുറച്ച് അകത്തിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ സമയമുള്ളവരൊക്കെ ആണെങ്കിൽ ആ മണ്ണൊന്നും ഇങ്ങനെ ചിക്കി ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നമ്മുടെ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോണ്ടല്ലോ ഇതുപോലെ ആവശ്യമില്ലാത്ത കളകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അതർ സീഡ്സ് ഒക്കെ വീണിട്ടുള്ള ചെടികളൊക്കെ മുളച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ പറിച്ച് കളയുക. നമ്മൾ ഈ വളം ചെയ്യുന്നതിന് ഒരു ഗുണം കിട്ടണമെങ്കിൽ അതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം ഈ വളത്തിൽ നിന്ന് കിട്ടുന്ന ഗുണം മറ്റുള്ള ചെടികൾ അല്ലെങ്കിൽ അവർക്ക് ഈ കളകൾക്കാണ് കൂടുതൽ ഗ്രോത്ത് ഉണ്ടായിരിക്കുക നമ്മുടെ ചെടീനെ കഴിഞ്ഞും. പിന്നെ ഈ ഡ്രൈ ആവാത്ത മണ്ണിൽ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടത് പിടിക്കും. നമ്മൾ ചെയ്യുന്നതിന് വല്ല ഗുണം ഉണ്ടായിരിക്കും കേട്ടോ. എപ്പോഴും ചെടികളുടെ മണ്ണിന് നല്ല ഇളക്കമുണ്ടായിരിക്കണം കേട്ടോ. അങ്ങനെയുള്ള ചെടികളാണ് നന്നായി വളരുന്നതും നന്നായി പൂക്കൾ തരുന്നതും അധികം കേടുപാടില്ലാണ്ട് നിൽക്കുന്നത് കേട്ടോ. ഇത് മുരടിച്ച പോലെ ആവാനുള്ള മെയിൻ കാരണം ഇങ്ങനെ മണ്ണ് ഇളക്കി കൊടുക്കുക, വേരോട്ടം ഇല്ലാണ്ടിരിക്കാനുള്ള അവസ്ഥ, കളകൾ ജാസ്തിയായിട്ട് വളരുക, കീടങ്ങൾ ഒരുപാട് ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ ആവശ്യത്തിന് വളവും വെള്ളം കിട്ടാണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ചെടികളുടെ വളർച്ച നിലച്ചു പോകുന്നത്. അത് കാരണം കൊണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. നമ്മളൊരു 10 ചെടിയെ വളർത്തുന്നത് എന്നുണ്ടെങ്കിലും കൂടി ആ 10 ചെടീനെയും എല്ലാ ദിവസവും നോക്കിക്കോണം, എന്നാൽ മാത്രമേ അത് നന്നായിട്ട് വളരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ചെടികളുള്ളവരാണെങ്കിൽ ഇതിനു വേണ്ടി മാത്രം നമ്മളൊരു സമയം മാറ്റി വെക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇതിനേക്കഴിഞ്ഞും വലിയൊരു മാനസിക ഉല്ലാസം തരുന്ന വേറെ എന്തെങ്കിലും ഒരു ഹോബി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എനിക്കിത് ഭയങ്കര റിലാക്സേഷൻ നൽകുന്ന ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെടികൾ നോക്കുന്നതും ഇതിനെയൊക്കെ ഇതുപോലെ പരിചരിക്കുന്നതും കേട്ടോ. ഇതിൽ നിന്ന് ഭയങ്കര സന്തോഷം നമുക്ക് കിട്ടും കേട്ടോ. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു കാര്യത്തിൽ.
നമുക്ക് ഈ ചാനലൊന്നും ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ ടെറസ് മുഴുവൻ ചെടികൾ കൊണ്ട് നിറച്ചേനെ എന്ന് ശരത്തേട്ടൻ എപ്പോഴും പറയാറുണ്ട്. എനിക്കിപ്പോൾ എക്സ്ട്രാ കുറേ ജോലികൾ വരുന്ന കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയുമേ ഒതുക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇതൊരു പൂങ്കാവനമാക്കി മാറ്റിയേനെ. എനിക്ക് അത്ര ഇഷ്ടമാണ്. നിങ്ങളും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ, ചെടികളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഭയങ്കര സൂപ്പറാണ് കേട്ടോ. ഈ ഒരു ഹോബി ആയിട്ട് ഇതിനെ നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതും മെയിൻറ്റെയിൻ ചെയ്യാൻ എന്താ പറയുക, വലിയ കഷ്ടപ്പാടൊന്നുമില്ല. കുറച്ച് ഇഷ്ടം മാത്രം ഉണ്ടായാൽ മതി. പിന്നെ എന്ത് കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ, കഷ്ടപ്പെടാതെ ഒന്നും നേടിയെടുക്കാനായിട്ട് പറ്റില്ല. അത് എന്ത് കാര്യത്തിലാണെങ്കിലും ചെറിയൊരു എന്താ പറയുക എഫേർട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിക്കോ. നമ്മുടെ വീട്ടിൽ നല്ല ഭംഗി, പച്ചപ്പും പൂക്കളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് എല്ലാവർക്കും കണ്ണിന് കുളിർമയുള്ള കാഴ്ചയാണ് അല്ലേ. അപ്പോൾ ചെയ്യാത്തവരാണെങ്കിൽ ഒരു 10 ചെടിയുമേ ചെടികളൊക്കെ ഒന്ന് വെച്ച് തുടങ്ങി നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ചെടികൾക്കും NPK ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിൽ ശ്രദ്ധിക്കാനുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് NPK ഒരിക്കലും ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഒരുപാട് വെയിലുള്ള സമയത്ത് ചെയ്യരുത്. ഒന്നല്ലെങ്കിൽ രാവിലെ ചെയ്യാം, ഒരു 7 മണിക്ക് മുന്നേ ചെയ്യാം, അല്ലെങ്കിൽ ഒരു 7:30 മുന്നേ, നല്ല വെയിലൊക്കെ വരുന്ന സമയമില്ലേ അതിന് മുന്നേ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ, അതും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളിങ്ങനെ ഇട്ടിട്ട് വെറുതെ പോകാണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്ത പോലെ തന്നെ ചെടികളുടെ അടിഭാഗം ഒന്നിങ്ങനെ കിളച്ചിട്ട് കൊടുക്കാം കേട്ടോ. അത് NPK മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ. അല്ലെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ ഡയറക്റ്റ് മണ്ണിൽ പെട്ടെന്ന് അത് അബ്സോർബ് ആവും. കാരണം എന്താ വെച്ചാൽ ഈ വെയിലത്ത് ഇത് ഇങ്ങനെ അബ്സോർബ് ആവാണ്ട് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കുറയുമെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ വൈകുന്നേര സമയത്ത് ഒരു 4:30-5 മണി സമയത്തൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ വലിയ വെയിലൊന്നും കാണില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് രാത്രി സുഖമായിട്ട് അതിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് നടന്നോളും. വെയിലുള്ളപ്പോഴേ അത് എവാപ്പറേറ്റ് ചെയ്ത് അങ്ങനെ പോകും, അതിൻ്റെ ഗുണം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, തീർച്ചയായിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം. NPK ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, NPK ആയാലും DAP ആണെങ്കിൽ വാട്ടെവർ എന്ത് വളം നമ്മൾ ഇട്ട് കൊടുത്താലും ചെടിക്ക് അത്യാവശ്യം നല്ല നന കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ ചെടീനെ അത് വിപരീത ഫലമാണ് തരുന്നത്. കാരണം എന്താ വെച്ചാൽ ഡ്രൈ ആയി പോവും, ഉണങ്ങിപ്പോവാം. പിന്നെ മൂന്നാമത് ഒരു കാര്യം പറയാനുള്ളത്, ഒരിക്കലും ഇതിൻ്റെ അളവ് ഒരുപാട് കൂടരുത്. ഇപ്പം എൻ്റെ കയ്യിൽ കണ്ടോ ആ ഒരു ബ്ലൂ കളർ ഉണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് നമ്മൾ സോപ്പിട്ട് വാഷ് ചെയ്ത് കളയണം. ഞാൻ എളുപ്പത്തിനെ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് യൂസ് ചെയ്തതാണ് കേട്ടോ. ശരിക്കും അങ്ങനെ ചെയ്യണ്ട, നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ച് ഇടുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ താഴെ പോയി കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് കഴുകണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതിൻ്റെ അളവ് ഒരുപാട് കൂടാനും പാടില്ല, ചെടി കേടായി പോവും. അപ്പോൾ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ എന്നുള്ള നിലയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി. ഗ്രാന്യൂൾസ് ആണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 10 വീതം ഇട്ട് കൊടുക്കുക. വളരെ ചെറിയ ചെടിയാണെങ്കിൽ ഒരു 5 എണ്ണത്തിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ കേട്ടോ. ഒരുപാട് വാരി വെതറി ചെടി നന്നായിട്ട് പൂത്തൊലയട്ടെ എന്നൊക്കെ കരുതി ചെയ്തിട്ടുണ്ടെങ്കിൽ ഉൾട്ടയായിരിക്കും ഇതിൻ്റെ ഫലം വരുന്നത് കേട്ടോ. ചെടി അങ്ങനെ തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ട് ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ NPK ആണെങ്കിലും DAP ആണെങ്കിലും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ചിലർ വിചാരിക്കില്ലേ, കൂടുതൽ ഇട്ട് കൊടുത്താൽ എൻ്റെ ചെടി കൂടുതൽ തഴച്ച് വളർന്നാലോ എന്നൊക്കെ. അത് ശുദ്ധ മണ്ടത്തരാണ്. എന്ത് സാധനമാണെങ്കിലും ഒരു പരിധിയിൽ കൂടുതലായാൽ അമിതമായാൽ അമൃതും വിഷം കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ് വളപ്രയോഗവും. ചെടി നശിക്കാൻ അതുള്ള നമ്പർ 1 കാരണം അതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 15 ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് NPK യൂസ് ചെയ്യാം. മന്ത്ലി ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്താലും മതി. നന്നായിട്ട് ഫ്ലവറിങ് വേണം, നല്ല ഇതിലൊക്കെ ചെടി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു 15 ദിവസത്തിൽ ഒരു പ്രാവശ്യം കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലത് കേട്ടോ. മന്ത്ലി 2 പ്രാവശ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ആവശ്യമില്ല. മന്ത്ലി ഒരു പ്രാവശ്യം ചെയ്യുന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/2 സ്പൂണൊക്കെ വെച്ചിട്ട് ഇട്ട് കൊടുത്തോ. അതും ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച് മാത്രം. അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ NPK യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെടി വെട്ടി നിൽക്കുന്ന സമയം ഉണ്ടാവില്ലേ, അതായത് നമ്മളിതിനെ പ്രൂൺ ചെയ്യുന്ന സമയം ഉണ്ടാവില്ലേ, ആ സമയത്ത് NPK ഞാൻ യൂസ് ചെയ്യാറില്ല. അത് ചെയ്യാൻ പാടോ പാടില്ല എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഞാൻ ചെയ്യാറില്ല. കാരണം അത് കട്ട് ചെയ്ത് പുതിയ മുള വരുന്ന സമയമില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല കേട്ടോ. കാക്ക പന്നൻ്റെ തലയിൽ കൂടെ പറന്നു, കാക്കയല്ല കുയിലാന്ന് തോന്നുന്നു, സൈഡിൽ കൂടെ പറന്നു പോയി നെഞ്ചൊന്ന് കാളിട്ടോ. അപ്പം ഞാൻ കട്ട് ചെയ്ത സമയത്ത് ചെയ്ത് കൊടുക്കാറില്ല. നല്ല മഴയുള്ളപ്പോൾ, ഒരുപാട് മഴ പെയ്ത് നിൽക്കുന്ന സമയത്തും ഞാൻ വളപ്രയോഗം ചെയ്യാറില്ല. അതൊക്കെ ചെടിക്ക് നല്ലതല്ല കേട്ടോ. അപ്പം ഇപ്പോൾ ഇങ്ങനെ വെയിലൊക്കെ വന്നൊന്ന് ബാക്ക് ടു നമ്മുടെ നോർമൽ ക്ലൈമറ്റിലേക്ക് വരുന്ന സമയത്ത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ നാളെ മഴ പെയ്യുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂട, പക്ഷേ ഇന്നത്തെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് അത്യാവശ്യം ചെടികളൊക്കെ വെള്ളമൊന്നും കെട്ടി നിൽക്കുന്ന അവസ്ഥയിലല്ല ചെടി നിൽക്കുന്നത്. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് ചെയ്ത് കൊടുത്തത് കേട്ടോ. അതുകൊണ്ടാണ് ഈ 2-3 മാസമായിട്ട് ചെയ്യാനുള്ളത്. മഴ ഒരു കൃത്യമല്ലാത്ത സമയത്തല്ലേ മഴയൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഒന്നും അല്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു, ഒന്നും അല്ലാത്ത കാലാവസ്ഥയിൽ കൂടിയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയും നാളും
ഇത് ചെയ്യാൻ. പിന്നെ എൻ്റെ കയ്യിൽ ഈ സാധനം ഇരിക്കുന്നത് ഞാൻ മറന്നും പോയി, അതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കും. അത് ഫ്ലവറിങ് പ്ലാന്റ് ആണെങ്കിലും പിന്നെ ഇലച്ചെടികളാണെങ്കിലും ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഇൻഡോർ പ്ലാന്റ്സിന് നമ്മൾ വെള്ളം നനയ്ക്കുന്നത് എങ്ങനെയാണ്? 2-3 ദിവസം കൂടുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ചെടിയിൽ പൂർണ്ണമായിട്ടും വെള്ളം ഇല്ല, വേര് ഐ മീൻ മേലഭാഗം ഇങ്ങനെ ഡ്രൈ ആവുമ്പോഴാണ് ചെടിച്ചട്ടി ഇപ്പം നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയില്ലേ മണ്ണ് ഡ്രൈ ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് എപ്പോഴും നനയ്ക്കുന്നത് മണ്ണ് ഡ്രൈ ആയതിനു ശേഷമാണ്. ഇതുപോലെ ഔട്ട്ഡോറിൻ്റെ പോലെ എല്ലാ ദിവസവും നനച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ വളം ഇട്ട് കൊടുക്കുന്ന ദിവസങ്ങളാണെങ്കിൽ അതിൻ്റെ ഒന്നരാടെ ഞാൻ നനയ്ക്കാറുണ്ട്. അപ്പോൾ ഇന്ന് വെള്ളം ഇട്ട് കൊടുത്ത് ഇന്ന് നനയ്ക്കും, നാളെ ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് നനയ്ക്കും, ഇല്ലെങ്കിൽ മറ്റന്നാൾ കാലത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഇൻഡോർ പ്ലാന്റ്സിന് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ ചെടികൾക്ക് വേണ്ടി ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, ഇഷ്ടംപോലെ പൂക്കളുണ്ട്. പൂക്കളില്ലാത്ത സമയം വളരെ കുറവാണ് കേട്ടോ വീട്ടിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ വളം ചെയ്യുമ്പോൾ ചെയ്യാറുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.